ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ കഴിഞ്ഞ ദിവസം നജിമുള്ള എന്ന് പറയുന്ന ഒരു അഫ്ഗാൻ യുവാവ് അവിടെയുള്ള ഒരു നഴ്സറി കുട്ടികളെയും അത് ടീച്ചറെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിലൊരു കുട്ടിയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കി തടയാൻ ശ്രമിച്ച ജർമ്മൻ പൗരനായ 41കാരനെയും കൊലപ്പെടുത്തി. അപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ അഫ്ഗാനിൽ നിന്ന് അഭയാർത്ഥിയായി വന്നയാളാണ്, അയാളെ ജർമ്മനിയിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ രാജ്യം തിരിച്ചയക്കേണ്ടതാണ്. പക്ഷേ ഇയാൾ ഒളിച്ചും രഹസ്യമായിട്ടൊക്കെ അവിടെ കഴിയുന്നു. അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവർ ഇസ്ലാമിക തീവ്രവാദം കുത്തിക്കയറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ വേറൊരു സംഭവം പറയാം. മുംബൈയിൽ പ്രശസ്തനായൊരു സിനിമാ നടൻ്റെ വീട്ടിൽ രാത്രിയിൽ ഒരുത്തൻ കയറിയിട്ട് കത്തി കാണിച്ച് പേടിപ്പിച്ച് 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞ് ആ സിനിമാ നടനെ തലങ്ങും വിലങ്ങും കുത്തിയിട്ട് അയാൾ ചോരയൊക്കെ ഒലിപ്പിച്ച് അയാളുടെ മകൻ ഓട്ടോറിക്ഷയിൽ അയാളെ ആശുപത്രി കൊണ്ടുപോയി. വലിയ ബഹളമായി. ആളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവനാണ്. പക്ഷെ ഹിന്ദു പേരാ കേട്ടിരുന്നത് ആദ്യം. അത് രക്ഷപ്പെടാനായിട്ട് ആദ്യം ഹിന്ദു പേരെ കൊടുത്തു. പക്ഷേ യഥാർത്ഥ പ്രതിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ കളപ്പേരിലൊക്കെ വന്ന ആളാണ്. ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ചും ക്രിമിനൽ സ്വഭാവമുള്ളവർ അവരുടെ രാജ്യത്ത് 110 കേസും പ്രശ്നമൊക്കെ ആയി കഴിയുമ്പോൾ അവർ അടുത്ത രാജ്യത്തേക്ക് കടക്കും. എന്നിട്ട് പേരൊന്ന് മാറ്റുക എന്തെങ്കിലും ചെയ്തിട്ട് അവിടുത്തെ സൗകര്യം ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ പാവമായിരിക്കും, പിന്നെ വല്ല വീട്ടുവേലയ്ക്കുമൊക്കെ നിന്ന് അങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നെ അതിക്രമം കാണിക്കും. നമ്മുടെ ഈ ആലുവ മുതൽ പെരുമ്പാവൂർ വരെയുള്ള മേഖലയിൽ എത്ര അതിക്രമങ്ങൾ നടന്നു. പിഞ്ചു കുഞ്ഞിനെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക, വലിയ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് പിന്നെ ബലാത്സംഗം ചെയ്യുക, ഇതെല്ലാം ചെയ്തത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് ജർമ്മനിയുടെ മാത്രമൊന്നുമല്ല, വലിയൊരു ആഗോള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇതുപോലുള്ളവർക്കൊന്നും അഭയം കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചത്. നമ്മളുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. 18 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായിട്ട് അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. 18 ലക്ഷം. അവരെ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മളായാലും ശരി, ബംഗ്ലാദേശി ആയാലും ശരി, ആരാണെങ്കിലും സൂത്രത്തിന് പോയിട്ട് അന്യനാട്ടിൽ സെറ്റിൽ ചെയ്യാൻ നോക്കരുത്. അത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കുന്നില്ല. നമ്മളൊരു ധാരണയാണ്, ഒരു രാജ്യത്ത് പ്രോസ്പെരിറ്റി ഉണ്ട്, സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സൂത്രത്തിന് അവിടെ പോയി താമസിക്കാം, നമ്മുടെ കാര്യം സേഫാക്കാം. ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെയും കൂടെ ചുമതലയാണ്. അല്ലാതെ അവിടെ കുഴപ്പമാണെന്ന് കണ്ടു കഴിയുമ്പോൾ ഓടി അയൽവക്കത്തുകാരൻ്റെ അവിടെ പോവുക, അവിടെ പോയിട്ട് നിങ്ങളുടെ തനി സ്വഭാവം എല്ലാം പുറത്തെടുക്കുക. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനിയെങ്കിലും മനസ്സിലാക്കണം. ഈ ട്രംപ് അമേരിക്കയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പരിഭ്രമിച്ചത് മലയാളികളാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മലയാളികൾക്ക് ഇപ്പോഴും ഒരു തോന്നലുണ്ട്, അമേരിക്കയാണ് സ്വർഗരാജ്യം, അവിടെ പോയി സെറ്റിലാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് പലരും ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഒരു ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയരാക്കി മലയാളികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ശതമാനം പേര് എനിക്ക് അമേരിക്കയിൽ പോയി താമസിച്ചാൽ മതി എന്ന് പറയും. അമേരിക്ക സ്വർഗരാജ്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ തണുപ്പും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവന് പൊരുത്തപ്പെടാൻ പറ്റില്ല, ഇവനിടയ്ക്ക് വെച്ച് തന്നെ ചത്തുപോകും. ഇതൊന്നും പ്രശ്നമില്ല. അമേരിക്ക വലിയൊരു സാധനമാണ്. പണ്ട് സോവിയറ്റ് യൂണിയനും അങ്ങനെയായിരുന്നു. പിന്നെ ഇത് പൊളിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന മാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്ക പിന്നെ ഓപ്പൺ സൊസൈറ്റിയാണ്, നമുക്കറിയാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. ഇതിനെ ക്ലീനായിട്ട് നേരിടുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അവരെ അഭിനന്ദിക്കണം. സത്യത്തിൽ അവർ ഈ കടലാസും ബന്ധവും ഇല്ലാത്തവനെ അവരെ അപ്പം തന്നെ ജയിലിലിടും. ഒരു 4-5 വർഷം ജയിലിൽ കിടക്കും. 4-5 വർഷത്തെ ഭക്ഷണത്തിൻ്റെ ചിലവ് അവരുടെ ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ അവർ ഒരു പൊതുമാപ്പ് കൊടുത്തിട്ട് തിരിച്ച് വണ്ടി കയറ്റി വിടും. ശ്രദ്ധിച്ചിട്ടില്ലേ? നിതാഖാത്ത് എന്ന് പറയുന്നത്. നിതാഖാത്തിൽപ്പെട്ട് 40,000 മലയാളികൾ തിരിച്ചു വന്നു. എന്നിട്ട് ഇവരെവിടെ പോയി? ഇവരിവിടെയൊക്കെ തന്നെയുണ്ട്. കടലാസില്ലാത്തതുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വിട്ടു. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് പോകാനും സാധ്യമല്ല. അതാണ് അടുത്ത സ്റ്റെപ്പ്.
ഒരു കാലത്തും അവരുടെ നാട്ടിൽ കാലുകുത്താൻ പിന്നെ പറ്റില്ല. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു ലൂസ് സെറ്റപ്പാണ്. അത് ടൈറ്റാക്കുന്നു ഓരോ രാജ്യങ്ങളുമായിട്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കിൽഡ് ലേബേഴ്സിന് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഡോക്ടർ, നേഴ്സ്, ഹെൽത്ത് മേഖല അല്ലെങ്കിൽ IT പ്രൊഫഷണൽസൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് അവിടേക്ക് അതിർത്തി കടന്നെത്തുന്നത് ഈ കപ്പല് മാർഗം അനധികൃതമായിട്ട്, അല്ലെങ്കിൽ ഈ നുഴഞ്ഞു കയറ്റി, അതായത് അതിർത്തിയിലൂടെയൊക്കെ നുഴഞ്ഞു കയറി ട്രക്കിൻ്റെ പുറകെ വലിഞ്ഞു കയറി അങ്ങനെ ചെല്ലുന്ന ആൾക്കാരും നേരത്തെ സ്കിൽഡ് ലേബേഴ്സായിട്ട് വന്ന ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്ക് അവിടെ സ്പേസ് കിട്ടിയാൽ ഇവരുടേതായ അജണ്ട സ്ഥാപിക്കാൻ ശ്രമിക്കും. ചെറിയ ബോംബ് സ്ഫോടനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ട്രക്ക് ഇടിച്ച് കയറ്റി കൊല്ലും. അപ്പോൾ ഇസ്ലാമികവൽക്കരണം നടത്താനായിട്ട് മുസ്ലിം വംശത്തിൽപ്പെട്ട ആളുകൾ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം. ഇതാണ് ഒലാഫ് ഷോൾസ് പറഞ്ഞത്. ഈ പറയുന്ന നജീമുള്ളയ്ക്ക് അവിടെ അംഗീകാരമില്ല, അവനെ നിർത്തുന്നില്ലെങ്കിൽ അവനെ എന്തുകൊണ്ട് കപ്പൽ കയറ്റിയില്ല, അല്ലെ നാട് കടത്തിയില്ല. അപ്പോൾ അവൻ തന്നെ കയറി പൊയ്ക്കോട്ടെ എന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അവരുടെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ചിന്തയാണോ ഇവരെ ഇങ്ങനെ അഹങ്കാരം കളിക്കാൻ? യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു ജനസംഖ്യാ ക്രൈസിസ് ഉണ്ട്. അവർ നമ്മളുടെ ഐഡിയൽ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വർധന 2.1 ആയിരിക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ 2.1-നും താഴെ പോയി 1.9 മറ്റോ നിൽക്കുകയാണ്. യൂറോപ്പിൽ ഇതിലുമൊക്കെ കഷ്ടമാണ്. പുതിയ തലമുറ ജനിക്കുന്നില്ല. യൂറോപ്പിന് വയസ്സായി, പ്രത്യേകിച്ച് ഇറ്റലിക്കൊക്കെ തീരെ വയസ്സായി. ഇപ്പോൾ ഈ വയസ്സായവരെ വെച്ചൊരു രാജ്യം മുന്നോട്ട് പോകില്ല. അപ്പോൾ അവർക്ക് ആൾ വേണം. ഒരു തൊഴിലും ചെയ്യാൻ ആളില്ല. യന്ത്രവൽക്കരണത്തിൻ്റെ പീക്കിലെത്തിയവർ. എന്നാലും ഇപ്പം നമ്മൾ കുളിക്കുന്നത് നമ്മൾ തന്നെ കുളിക്കണമല്ലോ. നമ്മളെ കുളിപ്പിക്കുന്ന ഒരു യന്ത്രം, റോബോട്ട് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് വന്നിട്ടില്ല. അത്രയും ആയിട്ടില്ല. മാത്രമല്ല അതൊരു ബോറൻ ഏർപ്പാടുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആളെ വേണം. അപ്പോൾ വരുന്ന ആൾക്കാരെ അവരങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, കാര്യമായ ആലോചനയൊന്നും ഇല്ലാതെ. ഇവരുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ പിന്നെ അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വരും. ഇവരെ ഉപയോഗിക്കാൻ ആൾ വരും, ഇവർക്ക് വോട്ടവകാശം കൊടുക്കും. ഇവിടെയൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ സംഭവിക്കും. ഇവരെ വോട്ടർമാരായിട്ട് വെച്ചുകൊണ്ട് വിലപേശുക, ഇതൊക്കെ തുടങ്ങും. അതിൻ്റെ ദോഷഫലങ്ങളാണ് ഇപ്പോൾ അവരനുഭവിക്കുന്നത്. എന്നാലും ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി ഇവരാരും പഠിച്ചിട്ടൊന്നുമില്ല. അമേരിക്കയിലും ഭൂരിഭാഗം പേര് ഇത് പഠിച്ചിട്ടില്ല. ഈ ട്രംപ് ഒരു എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആളായതുകൊണ്ടാണ് അങ്ങേര് ഈ മെക്സിക്കൻ അതിർത്തിയിൽ ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. മെക്സിക്കോ അമേരിക്കൻ അതിർത്തിയിൽ വലിയൊരു ഭാഗം വലിയ മതിലിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ മതിലിന് മുകളിൽ കൂടെ ആൾക്കാർ ചാടുന്നു. അവിടെ ഒരു നദിയുണ്ട്. ആ നദി എങ്ങനെയോ ഒക്കെ നീന്തിയും പിടിച്ചുമൊക്കെ കടന്നിപ്പുറത്ത് വരാൻ ശ്രമിക്കുന്നു. പല രീതിയിൽ മെക്സിക്കോ വഴിക്കാണ് അമേരിക്കയിലേക്ക് ആൾക്കാർ കുടിയേറുന്നത്. എന്നാൽ ഈ കുടിയേറുന്നവരൊക്കെ മെക്സിക്കോക്കാരല്ല. ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും മെക്സിക്കോയിലെത്തുക. മെക്സിക്കോയിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല, ആർക്കും കയറിച്ചില്ല. മെക്സിക്കോയ്ക്ക് അറിയാം ഇവർ അമേരിക്കയിലേക്ക് പൊക്കോളൂ, ഇവിടെ കച്ചറയൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അമേരിക്കയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി മെക്സിക്കോ ആയിട്ട് മാറി. അങ്ങനെയാണ് മെക്സിക്കോയെ പുള്ളി ബ്ലോക്ക് ചെയ്യുന്നത്. അതിപ്പോൾ തുടങ്ങിയതല്ലേ, എത്രയോ കാലമായിട്ട് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ഒരു തർക്കം അതാണ്. എങ്ങനെ ഈ മെക്സിക്കോയിൽ നിന്ന് ചാടി വരുന്ന അഭയാർത്ഥികൾ, അവരിൽ കൂടുതലും മെക്സിക്കോക്കാരല്ല, മെക്സിക്കൻസ് വളരെ കുറവേ ഉള്ളൂ. അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തെന്നിത്തെറിച്ച് വരുന്നവരാണ്. അത് ചൈനക്കാർ വരെയുണ്ട്. ചൈന ചെയ്യുന്നത് ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് കടക്കും. ചൈനക്കാരും ജപ്പാൻകാരും ഏകദേശം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമല്ലോ. 1-2 ദിവസം ജപ്പാനിൽ ചുറ്റിയിട്ട് എങ്ങനെയെങ്കിലും മെക്സിക്കോയിലേക്ക് കടക്കും. പിന്നെ മെക്സിക്കോയിൽ വന്നാൽ പിന്നെ ഫ്രീ ആയി അമേരിക്കയിലേക്ക് വാതിൽ തുറന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ കേട്ട ഈ ബ്രസൽസിലും പാരീസിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റു പല മേഖലകളിലേക്കും അത് വ്യാപിക്കുന്നു. ഇപ്പം ജർമ്മനിയിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ ഈ പറയുന്ന നജീമുള്ള അവൻ മാനസിക രോഗിയാണ്, അവൻ ഇസ്ലാമിക ചിന്തകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് ന്യായീകരിക്കുന്നു. ഇത് തന്നെയാണ് ഏതാനും വർഷം മുമ്പ് ഒരു ക്രിസ്മസ് ചന്തയിലേക്ക് ഒരാൾ ട്രക്ക് ഇടിച്ച് കയറ്റിയിട്ട് 26 പേരെ കൊന്നു, 19 പേർക്ക് പരിക്കേറ്റു. അന്നും അയാളെ പിടിച്ചപ്പം ഇതേപോലെ പറഞ്ഞു. UK 7, 9, 11 വയസ്സുള്ള 3 പെൺകുട്ടികളെ കൊന്നു. അയാളെ കഴിഞ്ഞ ദിവസമാണ് UK കോടതി ശിക്ഷിച്ചത്. അപ്പോൾ ഇവരെയൊക്കെ ആദ്യഘട്ടത്തിൽ മനോരോഗമുള്ളവരെന്ന് കാണുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല, അതേക്കുറിച്ചുള്ള അന്വേഷണം പോകുന്നില്ല. ഇവർ ശരിക്കും ഇസ്ലാമിക തീവ്രവാദം അവിടെ അടിച്ചേൽപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, വ്യക്തിപരമായ മനോരോഗത്തേക്കാൾ വലുതാണ് സാമൂഹികമായ മനോരോഗം. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ ക്രൈം ചെയ്യുന്നവരെ ന്യായീകരിക്കുന്ന ആളുകൾ. അയാൾ പാവമാണ്, അയാൾക്ക് ഭ്രാന്താണ്,
ഭ്രാന്തനെ അറസ്റ്റ് ചെയ്തുകൂടാ, ഭ്രാന്തനെ അറസ്റ്റ് ചെയ്താൽ തന്നെ ജയിലിലിട്ടുകൂടാ, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്ന ആൾക്കാർ. അവർക്കാണ് യഥാർത്ഥ ഭ്രാന്ത്. ഇവനൊരു പക്ഷേ ഒരു ചെറിയ ഭ്രാന്തുണ്ടാകും, ബട്ട് ഇവരെ ന്യായീകരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ടായി വന്നിരിക്കുന്നു. അവരാണ് യഥാർത്ഥ അപകടകാരികൾ. എല്ലാത്തിലും ഈ ഇസ്ലാമിക ഭീകരതയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു കുറ്റം ഒരു മുസ്ലിം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് ഇസ്ലാമിക ഭീകരതയാകുന്നില്ല. അതിൻ്റെ പർപ്പസ്, അവൻ്റെ കണക്ഷൻസ്, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഇസ്ലാമിക് ടെററിസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ബട്ട് അതൊക്കെ നോക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ന്യായീകരിക്കാനായിട്ട് പോലീസ് തന്നെ രംഗത്ത് വരും. അതാണ് ഒരു പ്രത്യേകത. അതെ, അതിൻ്റെ ഈ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങൾ എൻ്റെ കണക്കിൽ ഏകദേശം പോക്കാണ്. ദേ കനോട്ട് സ്റ്റാൻഡ് ദ ഓൺസ്ലോട്ട് ഓഫ് ഇസ്ലാം. യു കെ പിന്നെയും പിടിച്ച് നിൽക്കും. ഇവരെക്കാൾ അല്പം കൂടെ വലിപ്പം കൂടുതലാണ് യു കെക്ക്. യു കെയിൽ വേറെയും പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. യു കെ ഓർമ്മയില്ലാഞ്ഞിട്ടല്ല ഞാനീ പറഞ്ഞത്. യു കെയിൽ നടക്കുന്നത് വേറൊരു തരം ഇസ്ലാമികവൽക്കരണമാണ്. കുറച്ച് നാൾ കൂടെ ഇംഗ്ലണ്ട് ചിലപ്പോൾ പിടിച്ചു നിന്നു വരും. വളരെ ഫാസ്റ്റായിട്ട് ഇതിന് കീഴടങ്ങാൻ പോകുന്നത് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഈ 3 പേരായിരിക്കും. എന്തായാലും ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ അല്ലെ അഭയാർത്ഥികൾ എന്ന പേരിൽ വരുന്നവർക്കെതിരെ ഇനി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഈ 2025 ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. തീവ്ര വലതുപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് എടുത്ത നിലപാടിൻ്റെ ചൂട് പിടിച്ച് ഇനി ജർമ്മനി, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മാറുന്നു എന്ന് ചിന്തിക്കാം അവസാനമായിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഇപ്പം ഫ്രാൻസിലെ ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, മാക്രോൺ ഇരിക്കുമ്പോൾ തന്നെ. അതിൽ ഈ പറഞ്ഞ വലതുപക്ഷം തോറ്റുപോയി. വലതുപക്ഷം അവരെ വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ആൻറ്റി ഇസ്ലാമിസ്റ്റ് ക്യാമ്പയിൻ നടത്തുന്ന പാർട്ടികൾ അവർ തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ചുവട് പിടിച്ച് യൂറോപ്പ് മാറും എന്ന് പറയാറായിട്ടില്ല. എന്തായാലും ജർമ്മനിയിൽ ഇപ്പോൾ ഈ പറയുന്ന നിരപരാധികളായ 2 പേര്, കുഞ്ഞു കുട്ടിയുൾപ്പെടെ 2 പേരെ കൊന്നിട്ടുണ്ട്, ഇയാളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന അഭയാർത്ഥികൾ നല്ലതല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ജർമ്മനി സ്വീകരിക്കില്ലേ? നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.